السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عباس رضي الله عنهما قال: لما ماتت فاطمة أم علي بن أبي طالب رضي الله عنهما خلع النبي صلى الله عليه وسلم قميصه وألبسها إياه. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയും, മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അവര് വഫാത്തായ സമയം, അതായത് ഫാത്തിമത്തു ഉമ്മു അലി ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത് അസദ് വഫാത്തായപ്പോൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്, വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖമീസ് ഉരിഞ്ഞു, നീളൻ കുപ്പായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമേനിയോട് ഒട്ടിക്കിടന്ന ആ ഖമീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിഞ്ഞു. വഅൽബസഹാ ഇയ്യാഹു, ആ ഖമീസിനെ മഹദി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിലൊന്ന് ചെരിഞ്ഞു കിടന്നു. ഫാത്തിമ ബിൻത് അസദ് എന്നവരെ മറവ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി കുടിച്ച ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിഞ്ഞു കിടന്നു. മഹദി അവർക്കുള്ള ഖബറിൽ വെച്ച് അവർക്ക് മേൽ മണ്ണക്കെട്ട് ഇങ്ങനെ സമപ്പെടുത്തി ഒക്കെ കഴിഞ്ഞപ്പോ ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഒരാൾക്കും തങ്ങൾ ചെയ്യാത്ത ചില പ്രവൃത്തികൾ ഇന്ന് തങ്ങൾ ചെയ്തത് ഞങ്ങൾ കണ്ടല്ലോ. തങ്ങൾ അങ്ങനെ വേറെ ആൾക്കും വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്താണ് ഇപ്പൊ ഇത്ര സവിശേഷമായിട്ട്? തങ്ങളുടെ നീളം കുമ്പായം ഊരി അവർക്ക് ധരിപ്പിച്ച് തങ്ങൾ അവരുടെ ഖബറിലൊന്ന് ഇറങ്ങി ചെരിഞ്ഞു കടന്നു. എന്താ ഇപ്പൊ സംഭവം? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവർക്ക് എന്റെ നീളൻ കുപ്പായം ധരിപ്പിച്ചത് അവർ സ്വർഗത്തിലെ ആട അവർക്ക് ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ വസ്ത്രം അവർക്ക് ധരിപ്പിക്കപ്പെടണം, അതിനു വേണ്ടിയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേനിയോടൊട്ടിയ വസ്ത്രത്തിലും സർവ്വസംഗതികൾക്കും വലിയ ശറഫും ബറക്കത്തും. സ്വഹീഹുൽ ബുഖാരി തല മുതൽ അവസാനം വരെ നിങ്ങളുടെ വായിച്ച എത്രയാണ് സംഭവങ്ങൾ! 1 2 3 4 5 6 അല്ല. അപ്പൊ തങ്ങൾ, ഞാൻ എന്റെ വസ്ത്രം ധരിപ്പിച്ചത് അവർക്ക് സ്വർഗീയ ആട ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. അവരോടൊപ്പം ഖബറിലൊന്ന് ചെരിഞ്ഞു കിടന്നതോ, അത് അവർക്ക് വേണ്ടിയിട്ട് ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബർ ഹദീസിലുണ്ടല്ലോ, ഏതൊരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാലും ഖബറിൽ ഇങ്ങനെ ഇട്ടിക്കും. അതിന്റെ 2 പാർശ്വങ്ങൾ ഈ മനുഷ്യന് അങ്ങനെ വലിഞ്ഞു മുറുക്കിയിട്ട് അവന്റെ ഈ വാരിയല്ലുകൾ പരസ്പരം എന്നല്ലേ, വാരിയല്ലുകൾ അന്യോന്യം കോർക്കുന്നത്, അങ്ങനെ കോർക്കുന്ന വിധം ഖബർ ഇടുന്ന. അപ്പൊ അതിൽ നമുക്കൊരു ലഘൂകരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കിടുന്നത്. എന്തേന്നറിയോ? ഇന്നഹാ കാനത്തു മിൻ അഹ്സനി ഖൽഖില്ലാഹി ഇലയ്യ സനിഅൻ ബഅദ അബീ ത്വാലിബിൻ. എന്റെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിന്റെ മരണാനന്തരം സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത ആളാണ് ഫാത്തിമ ബിൻത്. അല്ലാഹുമ്മ ഖഫിർലി ഉമ്മി ബഅദ ഉമ്മി എന്ന ഹദീസിൽ കാണാം, എന്റെ ഉമ്മാന്റെ ശേഷം എന്റെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്കണേ. നിബിതങ്ങളെ പോറ്റിയിട്ടുണ്ട്, നിബിതങ്ങൾക്ക് വലിയ വാത്സല്യവും സ്നേഹമൊക്കെ നൽകിയിട്ടുണ്ട്. അതാണ് ഈ ഫാത്തിമ ബിൻത് അസദ് ചെയ്ത സേവനം. നിബിതങ്ങളെ വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ എനിക്ക് വല്ലാതെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖബറിന്റെ അദാബാണ് ഹദീസിലുണ്ടത്, ഖബർ ഇങ്ങനെ എടുക്കുക എന്നുള്ളത്. അതിന്റെ 2 പാർശ്വങ്ങൾ ഇങ്ങനെ കൂടലാണ്. അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടൂല.
പക്ഷെ അത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ആ വിഷയത്തിൽ എളുപ്പമുണ്ടാകും. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മയാണ്. ഇന്നല്ലാന്ന് ഉമ്മുക്കും എന്നല്ലേ. ഭൂമി എന്ന് പറഞ്ഞ നമ്മുടെ മാതാവാണ്. അതിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടായത്. ഭൂമിയിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടായത്, മണ്ണിൽ നിന്നല്ലേ ഉണ്ടായത്. അപ്പൊ ഒരു മകനെ കുറെ കാലം കാണാതെയായി പിന്നെ കാണുമ്പോ ഉമ്മ മകനെ സ്നേഹം കൊണ്ട് കെട്ടിക്കൊണ്ടുവല്ലോ, നന്നായി വലിഞ്ഞു മുറുക്കും, നന്നായി മുറുക്കും. പക്ഷെ ആ വേദന നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടും. അതൊരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്. ഇതേപോലെ മുഅ്മിനായ മനുഷ്യൻ കുറെ കഴിഞ്ഞ് കുറെ കാലം ഇതിനെ പോയിട്ടുമ്പോ വരികയാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലാണ് അനുഭവപ്പെടുക, മറ്റുള്ളവർക്ക് അതിന്റെ രീതിയിലും അനുഭവപ്പെടും. അത് ചെറിയ കുട്ടിയായാലും സവാഉൽഖാനം സ്വാലിഹൻ ഔ ത്വാലിഹൻ, നല്ലവനായാലും ചീത്തവനായാലും ഒക്കെ അങ്ങനെ തന്നെ. അമ്പിയാക്കൾ ഒഴിച്ച്, അതുപോലെ ഫാത്തിമ ബിൻത് അസദും ഒഴിച്ച്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മരിക്കാൻ കിടക്കുന്ന രോഗത്തിന് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അതിനൊക്കെ രക്ഷ ഉണ്ട്. വലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ് അല്ലദീ ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതിഹി. അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ, ബുഖാരിയിലെ ഹദീസിൽ തന്നെയല്ലേ, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് തങ്ങൾ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ വിറച്ചുപോയി. അപ്പൊ മഹാനവറുകൾ രക്ഷപ്പെടേണ്ടിയിരുന്നു. അതുണ്ടല്ലോ, അതൊക്കെ ഹദീസിലുള്ളതാ. മഹാനവറുകൾ മറവ് ചെയ്യുന്ന സമയത്ത് നബി തങ്ങള് എന്ത് ചെയ്തു? തസ്ബീഹ് ചൊല്ലി. പിന്നെ പെട്ടെന്ന് തങ്ങള് തക്ബീർ ചൊല്ലി. അപ്പൊ എന്താ നബിയെ തങ്ങൾ ആദ്യം തസ്ബീഹും പിന്നെ തക്ബീറും ചൊല്ലിയത്? അപ്പൊ സഅദ് ബിൻ മുആദിനെ ആ ഖബറിൽ വെച്ച സമയത്ത് ആ ഖബർ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഒരുങ്ങി. അതിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ചൊല്ലിയത്. അപ്പൊ അതിൽ ഒരു തുറവടി കിട്ടിയപ്പോ എനിക്ക് സന്തോഷം വന്നപ്പോ തക്ബീർ ചൊല്ലിയതെന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ ഖബറിന്റെ അദാബിൽപ്പെട്ട ഒരു അദാബാണ്. അപ്പൊ അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മോചിതരായ ആളുകളാ അമ്പിയാക്കള്, അതുപോലെ ഫാത്തിമ ബിൻത് അസദ് എന്നവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി ദീനീയ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.